ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1959 പുറത്തിറങ്ങിയ ലോകപ്രശസ്തമായ സിനിമയാണ് ബെൻഹർ. യൂദ ബെൻഹർ എന്ന പ്രധാന കഥാപാത്രം ഒരു യഹൂദ പ്രഭുകുമാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്ത് മെസാല പിന്നീട് റോമൻ സൈന്യത്തിൽ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥനായി നാട്ടിലേക്ക് തിരികെ വരുന്നു. അവർ സൗഹൃദം പുതുക്കാൻ ശ്രമിച്ചെങ്കിലും ബെൻഹർ തന്റെ ജനതയോടും വിശ്വാസത്തോടും അനുസരണയോടും ചേർന്ന് നിൽക്കുമ്പോൾ മെസാല റോമൻ സാമ്രാജ്യത്തോടുള്ള നിഷ്ഠ ആവശ്യപ്പെടുന്നു. അതോടെ അവരുടെ സൗഹൃദം വൈരാഗ്യമായി മാറി. ആ വൈരാഗ്യം ബെൻഹറെ ചതിയുടെയും വഞ്ചനയുടെയും ആഴങ്ങളിലേക്ക് തള്ളിയിട്ടു. റോമാക്കാർ അവനെ തടവുകാരനായി പിടിക്കുകയും അടിമപ്പണിക്കായി ഗാലി കപ്പലുകളിലേക്ക് അയക്കുകയും ചെയ്തു. ചങ്ങലകളാൽ ബന്ധിതനായി ചുട്ടുപൊള്ളുന്ന വെയിലിലൂടെ അവൻ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ യാത്രാമധ്യേ അവർ നസ്രത്തിൽ എത്തിച്ചേർന്നു. ദാഹം കൊണ്ട് തൊണ്ട വരണ്ട് തളർന്ന് നിലത്ത് വീണ ബെൻഹറിന് റോമൻ പടയാളികൾ വെള്ളം നിഷേധിച്ചു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷം എവിടെ നിന്നോ ഒരു മരപ്പണിക്കാരന്റെ രൂപത്തിൽ കാരുണ്യം അവനരികിലെത്തി. ആ മരപ്പണിക്കാരൻ മറ്റാരുമായിരുന്നില്ല, യേശുവായിരുന്നു. അയാൾ തന്റെ കൈക്കുമ്പിളിൽ അവന് കുടിക്കാൻ വെള്ളം നൽകി. ആ ഉരുറ്റ് വെള്ളം ബെൻഹറിന്റെ ശരീരത്തിനും ആത്മാവിനും കുളിർമയേകി. ആ കണ്ണുകളിലെ അലിവ് അവൻ ഒരിക്കലും മറന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ബെൻഹർ അടിമത്തത്തിൽ നിന്ന് മോചിതനായി ഒരു ധനികന് ശക്തനുമായ തന്റെ നാട്ടിൽ തിരിച്ചെത്തി. പക്ഷെ അവന്റെ ഹൃദയത്തിൽ മെസാലയോടുള്ള പ്രതികാരത്തിന്റെ തീ ആളിക്കത്തിയിരുന്നു. ഇതിനിടയിലാണ് തന്റെ പ്രിയപ്പെട്ട അമ്മയും സഹോദരിയും കുഷ്ഠരോഗികളായി ഒരു ഗുഹയിൽ കഴിയുകയാണെന്ന് അവൻ അറിയുന്നത്. അവരെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു അത്ഭുത പ്രവർത്തകനായ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടറിഞ്ഞ ബെൻഹർ അവരെയും കൂട്ടി ക്രിസ്തുവിനെ കാണാനായി പുറപ്പെട്ടു. എന്നാൽ അവൻ ക്രിസ്തുവിനെ കണ്ടെത്തിയ കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ ഭാരമേറിയ മരക്കുരിശും ചുമന്ന് പടയാളികളുടെ മർദ്ദനമേറ്റ് നീങ്ങുന്ന ക്രിസ്തുവിനെയാണ് ബെൻഹർ കണ്ടത്. ക്ഷീണിച്ച് നിലത്ത് വീണ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ ഞെട്ടി. വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് ജീവന്റെ ഒരിറ്റു വെള്ളം തന്ന അതേ കാരുണ്യമുള്ള കണ്ണുകൾ. തന്റെ ജീവൻ രക്ഷിച്ചവന് പ്രത്യുപകാരം ചെയ്യാൻ ബെൻഹർ മുന്നോട്ട് കുതിച്ചു. അവൻ ക്രിസ്തുവിന് വെള്ളം നൽകാൻ ശ്രമിച്ചെങ്കിലും ഒരു റോമൻ പടയാളി ക്രൂരമായി അവനെ തള്ളിമാറ്റി. നിസ്സഹായനായി നോക്കി നിൽക്കാനേ ബെൻഹറിന് കഴിഞ്ഞുള്ളൂ. പിന്നീട് ആ കുന്നിൻ മുകളിൽ അവൻ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് സാക്ഷിയായി. ക്രിസ്തു തന്റെ ജീവൻ വെടിഞ്ഞ ആ നിമിഷം ആകാശമിരുണ്ടു. ഒരു വലിയ കൊടുങ്കാറ്റ് വീശി. ആ കൊടുങ്കാറ്റിനൊപ്പം ഒരു അത്ഭുതം സംഭവിച്ചു. ദൂരെ ഒരു ഗുഹയിൽ അഭയം തേടിയിരുന്ന ബെൻഹറിന്റെ അമ്മയും സഹോദരിയും അത്ഭുതകരമായി രോഗസൗഖ്യം നേടി. ആ വലിയ ത്യാഗത്തിന് മുന്നിൽ ബെൻഹറിന്റെ ഹൃദയത്തിലെ പ്രതികാരത്തിന്റെ കനലുകൾ കണ്ണുനീരിൽ അലിഞ്ഞില്ലാതായി. ക്ഷമയാണ് പ്രതികാരത്തെക്കാൾ വലിയ ശക്തിയെന്നും സ്നേഹമാണ് യഥാർത്ഥ മോചനമെന്നും അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. സുഹൃത്തിനോടുള്ള പ്രതികാരത്തിന്റെ കഥ ഒടുവിൽ അവന്റെ ആത്മാവിന്റെ പൂർണ്ണമായ മോചനത്തിലാണ് അവസാനിച്ചത്. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. സർവോപരി എല്ലാത്തിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ എന്ന വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ വഴി നടത്തട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു, പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ.
ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വര